തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ AI അധ്യാപിക വന്നു എന്ന് നമ്മളെല്ലാം വായിച്ചു അല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾക്കൊരു സംശയമായി, ഈ AI അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകർ വന്നാൽ നമ്മളുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകും അല്ലേ? അപ്പം ഞാനും ഒരു അധ്യാപികയാണ്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ AI അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കരിക്കുലം ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാതെ നമ്മൾ ഒരു ജീവനുള്ള, ശരിക്കും പറഞ്ഞ കുട്ടികൾ എന്ന് പറഞ്ഞ ജീവനുള്ള വസ്തുക്കളാണ്. ആ കുട്ടികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു AIക്കും സാധിക്കത്തില്ല. പകരം ജീവനുള്ള മജ്ജയും മാംസവും രക്തവുമുള്ള മനുഷ്യ ടീച്ചേഴ്സ് തന്നെ വേണം അല്ലേ? അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ പേരൻസിനോട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ കുട്ടികളെ വിടുന്നത്? നമ്മൾ ഒരുപാട് സ്കൂളുകൾ തെരഞ്ഞ് പിടിച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ കുട്ടിയെ ഒരു സ്കൂളിൽ ചേർക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എന്താ നോക്കുന്നത്? ഏറ്റവും നല്ല ഇംഗ്ലീഷും മലയാളവും കണക്കും ഒക്കെ പഠിപ്പിക്കുന്ന സ്കൂൾ നോക്കിയാണ് നമ്മൾ കുട്ടികളെ ഒരു സ്കൂളിലേക്ക് വിടുന്നത്. പക്ഷെ അങ്ങനല്ല വിടേണ്ടത്. ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഉള്ള സ്കൂൾ നോക്കിയാണ് നമ്മൾ കുട്ടികളെ അവിടേക്ക് വിടേണ്ടത്. അപ്പം ടീച്ചേഴ്സിനൊരു വലിയ റോള് തന്നെയുണ്ട്. AI അധ്യാപകർ എത്ര വന്നാലും ആ ടീച്ചേഴ്സിൻ്റെ റോൾ ഒരിക്കലും കുറയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ സ്കൂളിംഗ് സിസ്റ്റം മാറണം. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഒരു AI അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം അതിലുപരി കുട്ടികൾക്ക് കിട്ടേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പോൾ ഇനി വരുന്ന ഭാവിയിൽ നമ്മൾക്ക് AI അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ത് പഠിപ്പിച്ചോട്ടെ, കരിക്കുലം പഠിപ്പിച്ചോട്ടെ, ബാക്കി ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതായ കാര്യങ്ങൾ, സ്നേഹം, സാഹോദര്യം, പേഷ്യൻസ്, ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, ഇതൊക്കെ ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കാൻ ഒരു AIക്കും പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സ്കൂളിംഗ് സിസ്റ്റം മാറുക തന്നെ ചെയ്യും. അത് മാറിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ അധ്യാപകർക്ക് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? നമ്മൾക്ക് രാവിലെ നമ്മൾ സ്കൂളിൽ ചെന്നാൽ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. 8 hours നമ്മൾ ക്ലാസ് എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന വളരെ കുഞ്ഞു ഇൻ്റർവെൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുവഴി നമുക്ക് കുട്ടികളിലേക്ക് ഒന്നും തന്നെ നമുക്ക് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം AI അധ്യാപിക ഈ കരിക്കുലം അങ്ങ് ഏറ്റെടുക്കാമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നല്ല പോലെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. ഇപ്പം ഞാൻ ഒരു അധ്യാപികയാണ്. ഞാൻ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിനെ പറ്റി, എൻ്റെ അധ്യാപകരെ പറ്റി, ആ ഒരു സിസ്റ്റത്തെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ വായും പൊളിച്ചിരുന്ന ഇത് കേൾക്കുന്നത് അവർക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ചിന്താഗതിയിൽ അങ്ങനെ ഒരു സ്കൂളോ അധ്യാപകരോ ഒന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 50, 55, 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ ഇവരെ എല്ലാം അടക്കിയിരുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക്. പക്ഷേ നമ്മൾ കൊച്ചു ഗ്രൂപ്പുകളായിട്ടുള്ള സ്കൂളുകൾ വരണം. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടികളിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിലുപരി ഒരുപാട് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഈ കുട്ടികൾ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം അതാണ് കുട്ടികൾക്ക് വേണ്ടത്. അത് ഒരു AI അധ്യാപകനും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. ഉദാഹരണത്തിന് ഒരു കാര്യം ഞാൻ പറയാം. കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? അവർ ജോലി കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. ജോലി കിട്ടുന്നത് എന്തിനാ? നല്ല കാശ് കിട്ടാനായിട്ട്. പക്ഷെ ഈ കാശ് ഉണ്ടാക്കുക എന്ന് മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഈ കാശ് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് അവനെ പഠിപ്പിക്കണം. അതല്ല എങ്കിൽ അവൻ ഈ കാശ് വിനിയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോ പ്രാക്ടിക്കൽ നോളജുമാണ് അവരിലേക്ക് എത്തിക്കേണ്ടത്. ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ സ്കൂൾസ് ഇന്നും ഉണ്ടെന്നാണ് പറയുന്നത്. ടെക്നോളജി ബേസ്ഡ് ആണ് അവരുടെ കരിക്കുലം. പക്ഷേ ഉച്ച കഴിഞ്ഞു, രാവിലെ തൊട്ട് ഉച്ച വരെ അവർ വിഷയങ്ങൾ പഠിക്കുന്നു. ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറ്റിയും അവർ തുണി അലക്കുന്നതിനെ പറ്റിയും പാത്രം കഴുകുന്നതിനെ പറ്റിയും ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പം ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് കുറച്ച് വിഷയങ്ങൾ പഠിപ്പിക്കാൻ മാത്രമാണ്. അതും മാറി പ്രാക്ടിക്കലി ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങൾ നേടേണ്ടത്. അപ്പം നമ്മൾ പഠിച്ച ഒരു ജനറേഷൻ അല്ല ഇന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് സ്കൂളിംഗ് സിസ്റ്റം മാറുക.
എത്ര AI അധ്യാപകർ വന്നാലും മജ്ജയും മാംസവും രക്തവും ഒക്കെ ഉള്ള അധ്യാപകർക്ക് എന്നും ഈ ലോകത്ത് ഡിമാൻഡ് ഉണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. പക്ഷേ നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റം തീർച്ചയായിട്ടും മാറണം. താങ്ക് യു.